ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ സ്വർണം കണ്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ. ഇത് എഴുതിയത് GP ചാലപ്പുറം. അദ്ദേഹം പ്രവാസിയാണ്, നാദാപുരത്തിനടുത്തുള്ള ഒരാള്. ഞാനും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ മാധ്യമപ്രവർത്തനക്കായ ഹയ്യ്, അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. സഖാക്കളാണേ അയ്യപ്പ. ഒരുപാട് അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള അമ്മമാരും അവരൊക്കെ കുറെ വിളിച്ച് അയ്യപ്പ വിളിച്ച് ഇത് അയ്യപ്പ നിന്നെ കൊണ്ട് പാടിച്ചാണ്, അങ്ങനെയൊക്കെ കുറെ കമന്റ് ഒക്കെ പറഞ്ഞിരുന്നു. രാഷ്ട്രീയം നോക്കാതെ നല്ല പാട്ടായി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള UDFന്റെ വലിയ പ്രചാരണായുധമായിരുന്നു. എന്നാൽ ആ പ്രചാരണത്തെക്കാൾ മേലെ അത് തരംഗമാക്കിയ ചില വരികളുണ്ട്. പോറ്റിയെ കയറ്റിയെ അല്ലെങ്കിൽ സ്വർണം കട്ടവനാരപ്പ സഖാവാണയ്യപ്പ തുടങ്ങിയ ഈരടികളാണ് യഥാർത്ഥത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണായുധം മാറിയത്. ഒരു പാട്ട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ പോലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം. ആ പാട്ടിന് ശബ്ദം നൽകിയ ആളാണ് എൻ്റെ കൂടെയുള്ളത്, ഡാനിഷ് മുഹമ്മദ് അല്ലേ? എവിടെയാണ് വീട്? ഞാൻ മലപ്പുറം കൂട്ടിലങ്ങാടി പടിഞ്ഞാറ്റുമുറ. എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തുന്നത്? ആദ്യം ഇതൊരു രണ്ടുപേര് പാട്ടെന്ന് പാടിയാൽ നമുക്ക് നാല്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ. എന്നാലും ഈ പാട്ട് കേൾക്കാത്തവരാരും എന്തായാലും ഇത്തവണ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം അത്രയേറെ വൈറലായി മാറിയ പാട്ടിൻ്റെ ആശാങ്കുഴിയാണ് എൻ്റെ കൂടെ ഉള്ളത്. എങ്ങനെയാണ് ഡാനിഷിന് ഈ പാട്ടിലേക്ക് എത്തുന്നത്? ആരെഴുതിയതാണ്? ഇത് എഴുതിയത് GP ചാലപ്പുറം. അദ്ദേഹം പ്രവാസിയാണ്, നാദാപുരത്തിനടുത്തുള്ള ഒരാൾ. ഞാനും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മളെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ചെയ്യാറുണ്ട്, ഇലക്ഷനൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹനീഫ മുടിക്കോട് സംഗീതമൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹമാണ് എന്നെക്കൊണ്ട് ഇത് പാടിച്ചത്. സുബൈർ പന്തല്ലൂർ അദ്ദേഹമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെയാണ് ഈ പാട്ടുണ്ടായത്. പിന്നെ നമ്മുടെ മാധ്യമപ്രവർത്തനക്കായ ഹയ്യ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്, അതായത് എന്നെ കൊണ്ട് പാടിക്കുന്നത്. ആ വീഡിയോ അന്ന് കുറേ വൈറലായി. അതിന് ശേഷമാണ് കൂടുതൽ ഈ പാട്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്. പാടുമ്പോൾ വിചാരിച്ചിരുന്നത് എത്രത്തോളം വലിയ ആവേശത്തിലേക്ക് മാറുന്നത്? ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ സ്റ്റുഡിയോയിൽ വരുന്നൊരു വർക്കിൻ്റെ പോലെ അങ്ങനെ പാടി, രാഷ്ട്രീയമൊക്കെ ഉണ്ട്, എന്നാലും അങ്ങനെ അത്ര ഇത് പെട്ടെന്ന് കത്തുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് പിന്നീട് സമൂഹ മാധ്യമങ്ങളൊക്കെ വൈറലായപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത് വീണ്ടും ഒരുപാട് സ്ഥലത്ത് കേട്ടില്ല, ഇത് റോട്ടിൽ നിന്നൊക്കെ കേൾക്കേണ്ടി വന്നില്ല? കേൾക്കുന്നുണ്ട്, എല്ലായിടത്തും കേൾക്കുന്നുണ്ട്.